നടൻ സിദ്ദിഖിനെതിരായ നടിയുടെ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങൾ. ക്രൂര ബലാത്സംഗം നടന്നെന്ന് യുവതി അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. 2016 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് ലൈംഗിക പീഡനം നടന്നത്. അന്നേ ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ഹോട്ടലിന് നിർദ്ദേശം നൽകി. ഇതുവരെ ആരോപണങ്ങളായിരുന്നത് ഇപ്പോൾ പരാതിയാവുകയും അതിൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയുമാണ്. മ്യൂസിയം പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. വനിതകൾക്കായുള്ള തിരുവനന്തപുരത്തെ സഖി ഓഫീസ് ആസ്ഥാനത്ത് നടന്ന മൊഴിയെടുപ്പ് 3 മണിക്കൂർ നീണ്ടു. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയ മൊഴിയെടുപ്പ് 3 മണിവരെയാണ് നീണ്ടത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ SI ആശാ ചന്ദ്രനാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ മ്യൂസിയം പോലീസ് 7 വർഷം കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തി സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുണ്ട്. IPC 376, 506 വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് എത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും സിനിമാ ചർച്ചകൾക്കായി വിളിച്ചു വരുത്തിയാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. അതിവേഗ അന്വേഷണത്തിനാണ് സാധ്യത. യുവനടിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. യുവനടിയുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. തിരുവനന്തപുരം കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തുക. കേസ് ഫയൽ മ്യൂസിയം പോലീസ് പ്രത്യേക അന്വേഷണത്തിന് കൈമാറിയേക്കും. കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ നടി പരാതി നൽകിയത്. ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നു. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് നടൻ സിദ്ദിഖ്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. ആരോപണത്തിൽ നടിക്കെതിരെയും സിദ്ദിഖ് പരാതി നൽകിയിട്ടുണ്ട്. ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട്. ഇത് അന്വേഷിക്കണമെന്നാണ് സിദ്ദിഖ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. DGPക്കാണ് സിദ്ദിഖ് പരാതി നൽകിയത്. വ്യത്യസ്ത സമയങ്ങളിലാണ് രേവതി സമ്പത്ത് ആരോപണം ഉന്നയിക്കുന്നത്. ബലാത്സംഗ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണ്. ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമാണെന്നും പരാതിയിൽ സിദ്ദിഖ് ആരോപിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം. സിനിമാ മേഖലയിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.